നന്ദു, എന്തായാലും ഇനിയിപ്പം CBI വന്നാലും ഗോ ബാക്ക് വിളിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അന്തം കമ്മികളുടെ കൂട്ടം, അവരുടെ മുന്നിൽ മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല. ഈ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് നേരത്തെ ആഷിം അരിയിൽ സഹതപിച്ച ഈ പാവപ്പെട്ട പ്രവർത്തകർ തന്നെയാണ്. നമ്മൾ ദൃശ്യങ്ങളും കണ്ടതാണല്ലോ അല്ലേ. അതായത് പിണറായി താമസിക്കുന്നത് 3 ലക്ഷം രൂപ പ്രതിമാസ വാടക കൊടുത്ത് വലിയൊരു പലേഷ്യൽ ഹൗസിൽ, ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാവപ്പെട്ട പ്രവർത്തകൻ്റെ വീട് നമ്മൾ കണ്ടതാണ് അല്ലേ. ഇതിനകത്ത് CPM-ൻ്റെ LDF-ൻ്റെ പ്രതിനിധി അദ്ദേഹം ഈ വെല്ലുവിളിക്കുന്നതും വീമ്പ് പറയുന്നതും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇവരെല്ലാം വലിയ കഴിവുള്ള പഴയ കണ്ണൂരിനെയൊക്കെ വിറപ്പിച്ച ഏതോ പുലികളാണ് എന്ന് തോന്നും. പക്ഷേ സത്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നേരിൽ കാണുമ്പോൾ, റീൽസല്ല റിയലിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് CPM-ൻ്റെ തിരുവനന്തപുരത്തെ നേതാക്കന്മാരും കേരളത്തിലെ പല നേതാക്കന്മാരും കീലേരി അച്ചുമാരെ പോലെയും അതുപോലെ ഹൈറേഞ്ച് അക്കിന്മാരെ പോലെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ള നിലയിലാണ് നമ്മൾ റിയലായി കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇനി എനിക്കൊരു സാധാരണ ഒരു പൊതു സാമാന്യ ജനത്തിൻ്റെ ഒരു 3-4 ചോദ്യങ്ങൾ. അദ്ദേഹം ഇത്രയും നേരം ഇരുന്ന് വീണയെയും എക്സാലോജിക്കിനെയും ഒക്കെ അദ്ദേഹം വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചു. താങ്കളോ ഞാനോ ഒക്കെയാണ് മുഖ്യമന്ത്രി, നമ്മുടെ മകളാണ്, എൻ്റെ മകളാണ് അല്ലെങ്കിൽ താങ്കളുടെ മകളാണ് എക്സാലോജിക് കമ്പനി നടത്തുന്നത്. സ്വാഭാവികമായും ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു ആരോപണം വരുന്നു. ഞാനൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു കളകളഞ്ഞ ജനപ്രതിനിധിയാണെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ, ഞാൻ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ക്ലൗഡ് അത് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം എഫേർട്ട് എടുക്കേണ്ട ആൾ ഞാനാണെന്നാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മനസ്സിലാക്കിയ ഒരു പാഠം. അങ്ങനെ ആയിരുന്നെങ്കിൽ വീണയെ കൊണ്ട് കൃത്യമായി താങ്കൾ നീ എന്തൊക്കെ സേവനങ്ങളാണ് CMRL കൊടുത്തത് എന്ന് നീ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറയണം എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ആണോ കേരളം ആഗ്രഹിച്ചിരുന്നത്? അതോ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ പദവി ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന എക്സാലോജിക് കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള സ്വന്തം മകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ അടിസ്ഥാനമായ നയം? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ പറഞ്ഞ ഹാഷിം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ ഈ നാളിതുവരെ CMRL-ന് എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് വീണ വിജയൻ എന്ന് പറയുന്ന മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയും മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകളുമായിട്ടുള്ള എക്സാലോജിക് കമ്പനിയുടെ ഡയറക്ടർ നാളിതുവരെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടില്ല. അവരുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടില്ല, അവരുടെ അച്ഛനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. പക്ഷേ CMRL-ൻ്റെയും എക്സാലോജിക് കമ്പനിയുടെയും മുഖ്യ വക്താവായി വരുന്നത് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. ഈ MV ഗോവിന്ദനാണ് പറയുന്നത് വീണ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, സഖാവ് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയനെ തേജോവധം ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് ഏതടിസ്ഥാനത്തിലാണ് MV ഗോവിന്ദൻ പറയുന്നതെന്ന് ഇതുവരെ MV ഗോവിന്ദൻ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടില്ല. അതിനെല്ലാം അപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഔദ്യോഗിക ചുമതലയുടെ പുറകിൽ സ്വന്തം മകളെ സംരക്ഷിച്ചു പിടിക്കുമ്പോൾ അദ്ദേഹം നാട്ടിലെ സാധാരണപ്പെട്ട ഒട്ടേറെ അമ്മമാരുടെ മക്കളെയാണ് കുരുതി കൊടുത്തത് എന്ന് കേരളത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതുന്ന ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിനകത്ത് പിണറായി വിജയൻ ഈ ED ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഈ ഗുണ്ടാ സംഘം ആക്രമിച്ചതിന് ശേഷം പുറത്തേക്ക് വന്നതിന് ശേഷം മുഷ്ടി ചുരുട്ടി കൈ ഉയർത്തി കാണിക്കുന്ന ഒരു ഫോട്ടോ എല്ലാവരും ഒന്ന് സ്റ്റാറ്റസ് ഇട്ടു. എന്നിട്ട് പറഞ്ഞു ഇവിടെ തന്നെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ശക്തമായിട്ടുള്ള ചില കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. ആ സമയത്ത് പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത് വീണ വിജയനെ കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ട് നീ എന്താണ് CMRL ചെയ്തു കൊടുത്ത സേവനങ്ങളെന്ന് പറയാനുള്ള തൻ്റെ ഇടമല്ലേ കാണിക്കേണ്ടത്? ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ നേതാവ് ആദ്യം അണികൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു രാഷ്ട്രീയം അതായിരുന്നില്ലേ? അത് ചെയ്യാൻ അദ്ദേഹം മടിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പകരം തൻ്റെ കൂട്ടാളികളെയും അതുപോലെ തന്നെ ആരാധക വൃന്ദത്തെയും വിളിച്ചുകൂട്ടി ഇത്തരത്തിലൊരു അക്രമത്തിന് പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിയും നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു കാര്യം ഉറപ്പിക്കാൻ, പിണറായി വിജയൻ്റെ മടിയിൽ കാര്യമായ ഖനമുണ്ട്. ആ ഖനത്തിൻ്റെ നാണയത്തുട്ടുകളാണ് എക്സാലോജിക്കിലൂടെ വീണ വിജയനിലൂടെ പിണറായി വിജയനിലേക്ക് വന്നു ചേർന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. പിണറായി വിജയനിലേക്ക് തന്നെയാണ് ഈ അന്വേഷണം പോകുന്നത് എന്ന ഉത്തമമായ ബോധ്യം CPIM-ന് ഉള്ളത് കൊണ്ടാണ് CPM ഇത്തരത്തിലുള്ള വലിയ കോട്ട കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളൊക്കെ കാണുമ്പോൾ എക്സാലോജിക്കും വീണ വിജയനും മാത്രമേ ഉള്ളൂവെങ്കിൽ അതിൻ്റെ പുറകിലെ മാസ്റ്റർ മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് വക്താവ് അദ്ദേഹത്തിൻ്റെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കോൺസ്പിറേറ്റർ
എന്ന് പറയുന്നയാള് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണോ എന്ന് കേരളത്തിലെ സാധാരണപ്പെട്ട ആളുകൾ സംശയിക്കുന്ന നിലയിലേക്കാണ് ഈ കാര്യം മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ഒരു CPM-ന്റെ ഇത്ര വലിയ വീരശൂര പരാക്രമിമാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ബഹുമാനപ്പെട്ട അരിയിൽ താങ്കൾ പറയേണ്ടത്, താങ്കൾ ഈ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് പറയണം, ആ പാവപ്പെട്ട കയറിക്കിടക്കാൻ വീട് പോലും, നിങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കയറിക്കിടക്കാൻ വീട് പോലും കിട്ടാതെ സാധാരണപ്പെട്ട വീടുകളിൽ കുടിലുകളിൽ അന്തി ഉറങ്ങുന്ന നിങ്ങളുടെ ആ പറയുന്ന സഹപ്രവർത്തകരെയൊക്കെ ഇറക്കിയിട്ട് ഈ മണിമാളികയിൽ കിടക്കുന്ന വലിയ വലിയ നേതാക്കന്മാർ, രാജ്യസഭാംഗങ്ങളും MLA-മാരും 2 ടേമിൽ മന്ത്രിമാരും ഒക്കെ ആയിരുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ഒന്ന് ജയിലിൽ കയറി കിടന്നിട്ട് ആ പാവപ്പെട്ട സാധാരണപ്പെട്ട അമ്മമാരുടെ മക്കളെ ഒന്ന് ഇറക്കി പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം എങ്കിലും മിനിമം CPM-ന്റെ വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി ഈ നാട്ടിലെ പാവപ്പെട്ട അമ്മമാരുടെ മക്കളെ കൊലക്ക് കൊടുക്കുന്ന പാർട്ടിയായി CPM മാറാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.